വർഷം 2007. ഞാനന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക. അന്ന് മലയാളം സെക്കൻഡിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക് തന്നു. എന്താണെന്നറിയാം? അഭിമുഖം എഴുതാൻ. അഭിമുഖം നടത്തും എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്നൊരു സിനിമ റിലീസാകാൻ പോകുന്നത്. ഏതാണെന്നറിയോ? അങ്ങനെ ഞാൻ അന്ന് ആദ്യമായി ഒരു സാങ്കല്പിക അഭിമുഖം എഴുതുകയാണ്. ലാലേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ലാലേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, ലാലേട്ടാ, താങ്കളുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ചോട്ടാ മുംബൈ, ആ സിനിമയെക്കുറിച്ച് ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞ് ഞാൻ അഭിമുഖം എഴുതി. അന്ന് തുടങ്ങിയതാണ് കട്ട തിളപ്പ്. മലയാളത്തിൽ മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ആരാധക വൃത്തം പവർഫുൾ മോഹൻലാൽ. കാണാം ചോട്ടാ മുംബൈ ഒരിക്കൽ കൂടി. സിനിമ ആരംഭിക്കുന്നത് തന്നെ ആർപ്പ് വിളികളോടെയാണ്. ഏറ്റവും അധികം ആർപ്പ് വിളി വന്നത് തലയുടെ എൻട്രി കണ്ട് പരിചയിച്ചതാണെങ്കിലും ആഘോഷപൂർവ്വം തിയേറ്റർ ഒന്നാകെ രമ്പിയാർത്തു. പിന്നീട് ഏറ്റവും കയ്യടി വന്നത് ഈ മുതലിനാണ്. പെരുന്നാൾ ദിവസമായിട്ടും കോട്ടയ്ക്കൽ ലൂമിയർ ഹൗസ്ഫുൾ ഷോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയ്യടിയുടെ പകുതി നടേശം കൊണ്ടുപോയി. തകർത്താടിയ വില്ലൻ നമ്മുടെ മണിച്ചേട്ടൻ. ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. വാസ്കോഡിഗാമ പാട്ടൊക്കെ ആയപ്പോൾ തിയേറ്റർ ഇളക്കി മറിച്ച് പൂരപ്പറമ്പാക്കി കളഞ്ഞു. ലൈഫ് ഈസ് നത്തിങ് ബട്ട് സെലിബ്രേഷൻ ഓഫ് ഇവൻറ്റ്സ് എന്നാണല്ലോ. എൻഡ് ക്രെഡിറ്റിൽ വീണ്ടും ചെട്ടിക്കുളങ്ങര. കൂടുതൽ ദൃശ്യമികവിലും ശബ്ദമികവിലും ചോട്ടാ മുംബൈ എത്തിയിരിക്കുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ. കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട എല്ലാ മോഹൻലാൽ സിനിമകളും വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയാണ് ചോട്ടാ മുംബൈ. സിനിമ കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ പീക്ക്, സിനിമ എക്സ്പീരിയൻസിൻ്റെ, തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പീക്ക്. 2007 ഒരു 7ാം ക്ലാസ്സുകാരന് നഷ്ടമായത് ഇന്നിതാ 2025 നേടിയെടുത്തിരിക്കുന്നു. താങ്ക് യു മോഹൻലാൽ. തലമുറകളുടെ നായകൻ തുടരും.